വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടൻസിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം 7th സെമിസ്റ്റർ ഫാർമസി പ്രാക്ടീസ് എന്ന സബ്ജക്റ്റിൽ തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ്? അതിന് നമ്മൾ TDM എന്നും ഷോർട്ടാക്കി പറയുന്നുണ്ട്. ബ്ലഡിലോ അല്ലെങ്കിൽ പ്ലാസ്മയിലോ ഉള്ള ഡ്രഗ് കോൺസെൻട്രേഷൻ്റെ മെഷർമെൻറ്റിനെയും ഇൻ്റർപ്രിട്ടേഷനെയാണ് തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ് എന്ന് പറയാം. അതിൻ്റെ മെയിൻ എയിം എന്താണ്? ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ടോക്സിസിറ്റീനെ മിനിമൈസ് ചെയ്തുകൊണ്ട് ഡ്രഗ് തെറാപ്പിയും ക്ലിനിക്കൽ ഔട്ട്കംസിനെയും ഒപ്റ്റിമൈസ് ചെയ്യുക. അതാണ് മെയിനായിട്ട് TDMൻ്റെ എയിം. ഇനി പർപ്പസ് എന്താണ്? പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് ഈ ഒരു ഡ്രഗ് കോൺസെൻട്രേഷനെ തെറാപ്യൂട്ടിക് വിൻഡോൻ്റെ റേഞ്ചിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ പേഷ്യൻറ്റിൻ്റെ നീഡ് അനുസരിച്ച് ഡോസേജ് റെജിമെൻറ്റിനെ ഇൻഡിവിജ്വലൈസ് ചെയ്യുക. തെറാപ്പീൻ്റെ എഫിക്കസിയും സേഫ്റ്റിയും എൻഷുവർ ചെയ്യുക. ഈ TDM എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ ടൂളാണ്. അത് പ്ലാസ്മ ലെവലും ബ്ലഡ് ലെവലിനെയൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ട് ഡ്രഗ് തെറാപ്പീനെ അഡ്ജസ്റ്റ് ചെയ്യാനും പേഴ്സണലൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ ടൂളാണ് TDM എന്ന് പറയുന്നത്. അപ്പോൾ തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിങ്ങിൻ്റെ ഡെഫിനിഷൻ, എയിം, പർപ്പസ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. അടുത്തത് തെറാപ്യൂട്ടിക് റേഞ്ച് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് വിൻഡോ. ഈ ഒരു തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിങ് അതേപോലെ അതിൻ്റെ നീഡ്സും ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഒക്കെ 5 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ തെറാപ്യൂട്ടിക് റേഞ്ച് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് വിൻഡോ എന്ന് റിപ്പീറ്റഡ് ആയിട്ട് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എന്താണ് തെറാപ്യൂട്ടിക് റേഞ്ച് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് വിൻഡോ എന്ന് എഴുതണം. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ഗ്രാഫും കൂടി നിർബന്ധമായിട്ടും വരച്ചിരിക്കണം. അപ്പോൾ എന്താണ് തെറാപ്യൂട്ടിക് റേഞ്ച്? അതിനെ തന്നെ നമ്മൾ തെറാപ്യൂട്ടിക് വിൻഡോ എന്നും പറയുന്നുണ്ട്. ഒരു ഡ്രഗിൻ്റെ പ്ലാസ്മ കോൺസെൻട്രേഷൻ റേഞ്ച് എപ്പോഴാണോ അത് എഫക്റ്റീവ് ആവുന്നത്, ടോക്സിക് എഫക്ട്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാതെ അത് ടോട്ടലി എഫക്റ്റീവ് ആവുന്ന ആ പ്ലാസ്മ കോൺസെൻട്രേഷൻ റേഞ്ചിനെയാണ് തെറാപ്യൂട്ടിക് റേഞ്ച് എന്ന് പറയുന്നത്. ഈ ഒരു റേഞ്ചിന് കുറവാണെങ്കിൽ സബ് തെറാപ്യൂട്ടിക് ആയിരിക്കും, അതായത് ഇൻഎഫക്റ്റീവ് ആയിരിക്കും. ഈ റേഞ്ചിൽ കൂടുതലാണെങ്കിൽ ടോക്സിക് ആയിരിക്കും. ഇതാണ് അതിൻ്റെ ഗ്രാഫ് കൊടുത്തിരിക്കുന്നത്. പ്ലാസ്മ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫാണ്. ഈ ഒരു പീക്ക് കാണിക്കുക, അതാണ് പീക്ക് ഓഫ് എഫക്റ്റ്. ഈ പീക്കിന് മുകളിലായി കഴിഞ്ഞാൽ അഡ്വേഴ്സ് റെസ്പോൺസ് ആണുള്ളത്, സൈഡ് എഫക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പീക്കിൻ്റെ സമയത്താണ് ആ ആക്ഷൻ്റെ ഡ്യൂറേഷൻ, അതിനെയാണ് തെറാപ്യൂട്ടിക് വിൻഡോ എന്ന് പറയുക. ഇവിടെയാണ് ഡിസൈഡ് റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യുക. അതിന് താഴത്തേക്കാണെങ്കിൽ സബ് തെറാപ്യൂട്ടിക് റെസ്പോൺസ് ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും വരയ്ക്കുക, പിന്നെ ഡെഫിനിഷനും എഴുതുക. അതാണ് തെറാപ്യൂട്ടിക് റേഞ്ച് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് വിൻഡോ. അടുത്തത് നീഡ് ഫോർ TDM. TDMൻ്റെ നീഡ്. TDM എന്ന് പറയുന്നത് ചില കേസസിൽ അത് പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ കേസസിലാണ്? ഒന്ന്, നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഡ്രഗ്സ് ഉള്ള കേസസിൽ, പുവർ അബ്സോർപ്ഷൻ ഉള്ള കേസസിൽ, ലാർജ് ഇൻ്റർ ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഇൻ മെറ്റാബോളിസത്തിൽ ലാർജ് ഇൻ്റർ ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഉണ്ടാവുന്ന കേസസിൽ, ടോക്സിസിറ്റീൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് കാണിക്കുന്ന കേസസിലും, ടോക്സിസിറ്റീൻ്റെ റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ്സണിങ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കേസസിലും, ഓവർഡോസിനെയും അണ്ടർഡോസിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കേസസിൽ, GI ഹെപ്പാറ്റിക് അല്ലെങ്കിൽ റിനൽ ഡിസീസിൻ്റെ പ്രസൻസ് ഉള്ള കേസസിലും, മൾട്ടിപ്പിൾ ഡ്രഗ് തെറാപ്പി അല്ലെങ്കിൽ പോളിഫാർമസീൻ്റെ കേസസിലും, ഇത്രയും കേസസിലാണ് TDM ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. അപ്പോൾ ഇതാണ് നീഡ് ഫോർ തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിങ്. ഇനി ഈ TDMൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രഗ്സും സ്യൂട്ടബിൾ അല്ലാത്ത ഡ്രഗ്സും ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിങ്ങിൽ സ്യൂട്ടബിൾ അല്ലാത്ത ഡ്രഗ്സ് എന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് വൺ ആണ് വൈഡ് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള ഡ്രഗ്സ്. എക്സാമ്പിളാണ് NSAID പോലെ വൈഡ് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള ഡ്രഗ്സ് TDMന് സ്യൂട്ടബിൾ അല്ല. അതേപോലെ ടോക്സിസിറ്റി ഒരു പ്രശ്നമല്ലാത്ത കേസസിൽ, എക്സാമ്പിളാണ് പെൻസിലിൻ. പിന്നെ അതിൻ്റെ ഡ്രഗ്സ് വേർ എഫക്ട്സ് ക്യാൻ ബി മോണിറ്റേർഡ് യൂസിങ് ഫങ്ഷണൽ ലാബ് ടെസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഡ്രഗ്സിൻ്റെ എഫക്റ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന കേസസ് ആ ഡ്രഗ്സിൽ ഇത് സ്യൂട്ടബിൾ അല്ല. എക്സാമ്പിളാണ് ആൻറ്റികൊയാഗുലൻ. പിന്നെ പ്ലാസ്മ കോൺസെൻട്രേഷൻ ഈ എഫക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നില്ല. അങ്ങനത്തെ കേസസിൽ ഡ്രഗ്സിനും, അതായത് ആൻറ്റികൊയാഗുലൻസിനും ഇത് സ്യൂട്ടബിൾ അല്ല. പിന്നെ അൺഡിഫൈൻഡ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉള്ള ഡ്രഗ്സിന്, എക്സാമ്പിൾ ആൻറ്റി ഡിപ്രസൻസ് ആണ്, അതിനും സ്യൂട്ടബിൾ അല്ല. ഹിറ്റ് ആൻഡ് റൺ ഡ്രഗ്സ്, അതായത് ആ ഒരു ഡ്രഗ് പ്ലാസ്മയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പോലും അതിൻ്റെ എഫക്റ്റ് നിലനിൽക്കുന്ന ഡ്രഗ്സ്, എക്സാമ്പിളാണ് ഒമിപ്രസോളും MAO ഇൻഹിബിറ്റേഴ്സും. അടുത്തത് ഡ്രഗ് സ്യൂട്ടബിൾ ഫോർ TDM. ഈ TDMന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രഗ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് ബ്രോങ്കോ ഡൈലേറ്റേഴ്സ്, എക്സാമ്പിൾ തിയോഫൈലിൻ. ആൻറ്റിബയോട്ടിക്സ്, എക്സാമ്പിൾ അമിനോഗ്ലൈക്കോസൈഡ്സ്.
ഇമ്മ്യൂണോ സപ്രസൻസ് എക്സാമ്പിൾ സൈക്ലോസ്പോറിൻ, ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് എക്സാമ്പിൾ മെത്തോട്രെക്സേറ്റ്, ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് എക്സാമ്പിൾ ഫെനിഡോയിൻ, കാർഡിയാക് ഡ്രഗ്സ് എക്സാമ്പിൾ ഡിജോക്സിൻ, പ്രൊക്കീനമൈഡ്, ലിഡോക്കെയിൻ. അപ്പോൾ ഇത്രയും ഡ്രഗ്സാണ് ടി ഡി എമ്മിന് സ്യൂട്ടബിൾ അല്ലാത്ത ഡ്രഗ്സും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രഗ്സും രണ്ടും നമ്മൾ നോക്കി. അടുത്തത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ടി ഡി എം. ടി ഡി എമ്മിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ ആണ് പേഷ്യൻ്റ് ഡീമോഗ്രഫിക്സ്. പേഷ്യൻ്റ് ഡീമോഗ്രഫിക് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ഏജ്, സെക്സ്, ബോഡി വെയ്റ്റ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏജ് എക്സ്ട്രീംസ്, അതായത് ഫീറ്റലാണോ, നിയോനേറ്റലാണോ, ജെറിയാട്രിക് പോപ്പുലേഷൻ ആണോ, ഇവരൊക്കെ ആണെങ്കിലും ഡ്രഗ് മെറ്റാബോളിസത്തിനെ കുറച്ചിട്ട് എക്സ്ക്രീഷൻ കുറയ്ക്കുന്നുണ്ട്. അടുത്തത് പേഷ്യൻ്റ് കോംപ്ലിയൻസ്, അതായത് എക്സ്പെക്ട് ചെയ്തതിനേക്കാട്ടിലും ലോവർ ഡ്രഗ് കോൺസെൻട്രേഷൻ ആണോ, അവിടെ നോൺ കോംപ്ലിയൻസ് ആയിരിക്കണം കൺസിഡർ ചെയ്യേണ്ടത് ബിഫോർ ഇൻക്രീസിങ് ദ ഡോസ്. അടുത്തത് റീനൽ ഫംഗ്ഷൻ ആണ്. റീനലി ക്ലിയർ ചെയ്യുന്ന ഡ്രഗ്സ് ആണെങ്കിൽ ക്രിയാറ്റിനിൻ ക്ലിയറൻസ് അവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. റീനൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഡ്രഗ് ക്ലിയറൻസ് കുറയുന്നുണ്ട്, അങ്ങനെ ഡ്രഗ് അക്യുമുലേറ്റ് ചെയ്തിട്ട് അഡ്വേഴ്സ് റിയാക്ഷൻസിൻ്റെ റിസ്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അടുത്തത് അബ്സോർപ്ഷൻ ആണ്. അത് ഡ്രഗ് ഫോർമുലേഷൻ്റെയും മാനുഫാക്ചറിനെയും എഫക്റ്റ് ചെയ്യും. റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഇൻട്രാ ഇൻഡിവിജ്വൽ വേരിയേഷൻസ്, ഫെഡ് വേഴ്സസ് ഫാസ്റ്റഡ് സ്റ്റേറ്റ്സ്, ഇത്രയും ഫാക്ടേഴ്സിനെ ഈ ഒരു അബ്സോർപ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബയോ അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമിക് സർക്കുലേഷനിലോട്ട് എത്തുന്ന അഡ്മിനിസ്റ്റേർഡ് ഡോസിൻ്റെ ഫ്രാക്ഷനാണ് ബയോ അവൈലബിലിറ്റി. IV ഇഞ്ചെക്ഷൻസിൻ്റെ കേസിലാണെങ്കിൽ 100% അവിടെ എന്തായിരിക്കും, ബയോ അവൈലബിൾ ആയിരിക്കും. അടുത്തതാണ് ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡോസ് പ്ലാസ്മ കോൺസെൻട്രേഷനെ റിലേറ്റ് ചെയ്തതാണ്. അബ്സലൂട്ട് ബയോ അവൈലബിലിറ്റി ഈ ഡിസ്ട്രിബ്യൂഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് മെറ്റാബോളിസം ആണ്. മെറ്റാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ് പ്രോട്ടീൻ ബൗണ്ടഡ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രീ ഫോമിലോ മെറ്റബോളൈസ് ചെയ്യാം, അത് ഡോസേജിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ മെറ്റാബോളിസത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ജെനറ്റിക്സ്, എൻവയോൺമെൻറ്റൽ, ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്, ഡ്രഗ് ഇൻട്രാക്ഷൻ, ഏജ്. എൻസൈം ഇൻഡക്ഷൻ, എൻസൈം ഇൻഹിബിഷൻ. എൻസൈം ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് മെറ്റാബോളിസം ഇൻക്രീസ് ചെയ്യും, അങ്ങനെ ഡ്രഗ് ആക്ടിവിറ്റി കുറയ്ക്കും. എക്സാമ്പിളാണ് ഫെനിഡോയിൻ, ബാർബിറ്റുറേറ്റ്, കാർബമാസെപ്പിൻ. എൻസൈം ഇൻഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാബോളിസത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്തിട്ട് ഡ്രഗ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ടോക്സിസിറ്റീനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ് പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സും നൈട്രജൻ മസ്റ്റാർഡും. അടുത്തത് എക്സ്ക്രീഷൻ ആണ്. എക്സ്ക്രീഷൻ മേജർലി കിഡ്നി വഴിയാണ് നടക്കുന്നത്. ലങ്സ് വഴിയും സ്കിന്ന് വഴിയും ഐസ് വഴി എന്ത് ചെയ്യാം, എക്സ്ക്രീഷൻ നടക്കാം. അടുത്ത ഡ്രഗ് പ്രോപ്പർട്ടീസ് ആണ്. പിന്നെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, അത് അബ്സോർപ്ഷനെയും എലിമിനേഷനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഇത്രയേ ഉള്ളൂ. ഇത്രയും ഫാക്ടേഴ്സാണ് നമുക്ക് ടി ഡി എമ്മിനെ എഫക്റ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിങ് ടി ഡി എം, അതിൻ്റെ ഡെഫിനിഷനും എയിമും പർപ്പസും, പിന്നെ 2 മാർക്കിന് സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് തെറാപ്യൂട്ടിക് റേഞ്ച് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് വിൻഡോ. അത് നമ്മൾ നോക്കി അതിന് എന്താണ് ഡെഫിനിഷൻ ചെയ്തിട്ട് ഈ ഒരു കർവ് വരച്ച് വയ്ക്കുക. അടുത്ത നീഡ് ഫോർ തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിങ്ങിനും ഇതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രഗ്സും സ്യൂട്ടബിൾ അല്ലാത്ത ഡ്രഗ്സും, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ടി ഡി എം, അതിൽ 9 ഫാക്ടേഴ്സും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.